അങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനും കൂട്ടുകാരും കൂടെ രണ്ടാം ഒരു തോട്ടിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ച് ബൈക്കെടുത്ത് അങ്ങ് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അത് ഒരു ഓട്ടോയ്ക്ക് മുന്നിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവന്മാരെല്ലാം ചാടി ഇറങ്ങി പോകുന്നുണ്ട്. ഇതിലൊരുത്തനാണ് മെയിനായിട്ട് വഴി അറിയുന്നത്. അവൻ ഫ്രണ്ടിൽ ഓടിച്ചാടി ആദ്യം പോയി. കാട്ടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് വഴി, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പുളിയാണല്ലോ പ്രധാനം. അങ്ങനെ ഞങ്ങളിടയിലൂടെ പോയി നല്ല കാടാണ്, എന്നാലും ഞങ്ങളെ സൈഡിൽ ചെറിയ വഴിയുണ്ട്. അതിലൂടെ പോയി ഒരു പാറയുടെ അടുത്തെത്തി. അതിലൂടെ നടന്നതാ വീണ്ടും ഞങ്ങൾ അടുത്ത പാറ എത്തി. ഇച്ചിരി വലിയ പാറ കേട്ടോ. അങ്ങനെ നമ്മുടെ തോടിൻ്റെ അടുത്തെത്തി. അതൊരു താഴെയായിട്ടാണ്. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ വേണം ഇറങ്ങി പോകാൻ. ആദ്യം അവന്മാരെല്ലാം ചാടി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവന്മാർ ചാടി ഇറങ്ങി. ഞങ്ങളിങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിക്കുമ്പോൾ ഒരുത്തൻ അവിടെ ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുത്തൻ അല്ലെ പിടിച്ച് അവിടെ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങി പിടിച്ചിട്ട് ഒരു വിധത്തിൽ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. മറ്റവനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുക. ഇവനിച്ചിരി എക്സ്പീരിയൻസ്, അവനാദ്യം തന്നെ ഫോൺ അവൻ്റെ കൊടുത്തു കേട്ടോ. ഞങ്ങളിങ്ങനെ താഴെ എത്തി. കിഴക്കിട്ടില്ല തോട്. വേനൽക്കാലത്താണേലും മഴക്കാലത്തായാലും നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ഇടയ്ക്കിടെ കുളിക്കാൻ വരാറുള്ളതാണ്. ഒരു നിർക്കോലിയാന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു പപ്സൊക്കെ തിന്നിട്ടാണ് വന്നത്. എല്ലാവരും പപ്സ് തിന്നുന്നതിൻ്റെ തിരക്കിലാട്ടോ. പപ്സ് നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അവൻ ചാരിയും തിന്നുന്നു, അവൻ നിന്നുകൊണ്ട് തിന്നുന്നു. അങ്ങനെ അവന്മാരെല്ലാം വെള്ളത്തിൽ ചാടി. പിള്ളേർ തന്നെ അവന്മാർ വെള്ളത്തിലെത്തി തന്നെ. അങ്ങനെ ഞങ്ങൾ കൊലയെല്ലാം തുടങ്ങി. അവന്മാരറിയ വെള്ളം ചുറ്റിക്കലാണല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവനോട് ബോഡിയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കിടിലൻ തോടാണല്ലേ. അങ്ങനെ ഞങ്ങൾ കിടിലൻ കുളിയെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഇതായിരുന്നു ഞങ്ങൾക്കന്ന്. നല്ല ആ ഒരു ചൂട് സമയത്ത് കിട്ടിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കിത്. ഇത് ശരിക്കും രണ്ടാം കടവാണ് ഈ സ്ഥലം. രണ്ടാം കടവ് തൊടിമരത്തിന് പോകുന്ന വഴിക്കാണ് ഈ തോടുള്ളത്. കിടിലൻ സ്ഥലമാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുളിയോടുകൂടി എല്ലാവർക്കും ആ സമയത്ത് ആ ചൂടത്ത് വെള്ളം കണ്ടതിന് നല്ല ആക്രാന്തം ഉണ്ടെന്നും കൂട്ടിക്കോ. അങ്ങനെ ഞങ്ങൾ ചാടിക്കൂടി ഓടിക്കൂടി കുളിയോടുകൂടി അതെല്ലാം കഴിഞ്ഞെടുത്തുന്നതാ കല്ലിലെല്ലാം കയറിയിരിപ്പുണ്ട്. അവന് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നട്ടാ. അങ്ങനെ അവൻ നീന്തി ഇതാകുന്നുണ്ട്. അങ്ങനെ അതിനിടയ്ക്കാണ് ഇവനിത് നരസിംഹം കളിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഇട്ടില്ല, എന്നാലും വീണ്ടും അവൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ആ നരസിംഹം ഇതവിടെ തന്നെ കാലെ പിടിച്ച് വലിഞ്ഞ് കയറുന്നുണ്ടോ ഗൈസ്. എന്താല്ലേ പിള്ളേർ. അങ്ങനെ വീണ്ടും ഒരു വിധത്തിൽ വലിഞ്ഞ് കയറി മടുത്തു കേട്ടോ. അങ്ങനെ നല്ല മഴ ചാരി തുടങ്ങി കേട്ടോ. അവിടെ മഴയത്താണല്ലോ പിന്നെ കുളി രസം. ഞങ്ങൾ ചാടാൻ നിന്നില്ല, ഞങ്ങളപ്പോഴത്തേക്കും മടുത്തായിരുന്നു. അങ്ങനെ മഴ ചാറി നിലക്കിട്ടില്ല മഴയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ആ പാറേൻ്റെ അടിയിൽ നിന്ന് മഴ നനയാണ്ടിരിക്കാം. അങ്ങനെ എല്ലാവരും ആ പാറേൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതും പറഞ്ഞിരിപ്പുണ്ട്. മഴ മെല്ലെ കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിടില മഴ കണ്ടില്ലേ. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മഴ കുറയുന്നോടം വരെ പാറേനടിയിലിരുന്ന് അത് വെള്ളം കൂടുമല്ലോ എന്ന് നോക്കാനായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ ഉദ്ദേശം. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു, വെള്ളമൊന്നും കൂടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മഴ കഴിയുന്നോടം വരെ അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു.